ഇന്നത്തെ പച്ച തന്നെ കുറേ 10 തേമുട്ടായി, 10 കപ്പലണ്ടി മുട്ടായി, പിന്നെ 10 നാരങ്ങ മുട്ടായി, പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ. പാറു, നീ കൊറേ ആയിട്ട് കണക്ക് പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വന്നണ്ടേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വരായിരുന്ന എന്തോ ചെയ്യും? എനിക്ക് കുറെ പൈസ തരാനുണ്ട്. പാറു, ഞങ്ങൾ കഴിച്ചെത്രയായി? നിങ്ങൾ എന്തൊക്കെയാ കഴിച്ചേ? ഒരു മൈസൂരി പാക്ക്, 3 കപ്പലണ്ടി മുട്ടായി, 2 ഉപ്പിലിട്ട്. എത്രയായി കാണും? എത്രയായി കാണുന്ന? നിന്റെ കടയല്ലേ, നീ തന്നെ പറ. ഒരു മിനിറ്റ്, ഞാൻ ആലോചിക്കട്ടെ. ചേച്ചി, ചേച്ചിയോടെ പോയതാ? ഞാൻ ആ ചിന്നക്കട വരെ ഒന്ന് പോയതാ. എന്തിന്? വേണ്ട, നല്ല കിടക്കൻ കപ്പലണ്ടി മിഠായി ഇത് മേടിക്കാൻ പോയത്. കപ്പലണ്ടി മുട്ടായി ഇവിടെ ഉണ്ടല്ലോ. ആ, ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ നല്ലത് അവിടെ കിട്ടും. അപ്പൊ ഇവിടുത്തെ കപ്പലണ്ടി മിഠായി നല്ലതല്ലേ? അങ്ങനെ കഴിച്ചാ കൊഴപ്പില്ല. കൊഴപ്പൂലേ? അപ്പൊ കൊള്ളൂലേ? ആ, എല്ലാം കണക്കാ. കണക്കാ? ആ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത വിഷയം. നീ മിണ്ടാരിടർക്ക. എന്നാ പിന്നെ ഒരു കപ്പലണ്ടി മിഠായും കൊടുത്തോ. വിട്ടോ, നീ ഒരു കാര്യം ചെയ്യും. നീ ആ കുപ്പിയോടെ കൊണ്ടുപോയിക്കോ. വെറുതെ എന്തിനാ കഴിക്കാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു വരണേ? അവള് പറ്റില്ല എഴുതിക്കോളൂ. ചേച്ചി, ചേച്ചി പോയേ. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ കടയുടെ അകത്തല്ല നിക്കുന്ന, പുറത്താ നിക്കുന്നേന്ന്. പിന്നെ കൊച്ചെ, കൂടുതൽ കളിച്ചാണ്ടല്ല, നിന്റെ കടയ്ക്ക് ലൈസൻസിൽ അത് ഓർത്തോളം. ഞാൻ കോർപ്പറേഷനെ വിളിച്ച് പറഞ്ഞല്ലോ, പൂട്ടിക്കും. ചേച്ചി പൂട്ടിക്കുമ്പോ പറയണേ, മിഠായി ഫ്രീ ആയിട്ട് കിട്ടൂലോ. മിഠായി ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്നാ? മര്യാദക്ക് പൈസ തന്നിട്ട് പോയിക്കോണം. അതെ, ഇവിടെ വേറെ കടയൊന്നും ഇല്ലാത്തോണ്ടല്ല, എനിക്ക് പാവം തോന്നിട്ട് വന്നതാ. മോനെ, പാറുമായിട്ട് വല്ല വഴക്കുണ്ടായോ? വഴക്കൊന്നും അല്ല അമ്മൂമ്മേ, ഇവക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് മര്യാദക്ക് പെരുമാറാൻ അറിയാൻ പാടില്ല. ആ, മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞൂടാ. ഇങ്ങോട്ട് ചേട്ടാ, ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാതെ പൈസ തന്നിട്ട് പോയേ. ഞാൻ ഇവിടെ നാളൊന്നും വിട്ട് പോവില്ല. നിന്റെ പൈസ ഞാൻ തന്നാ പോരെ. ഇതെന്തൊരു പാറുവിന്റെ മിഠായി കട. മാമിയെ, പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊന്നും അറിയണ്ടേ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറായില്ലല്ലോ. അയ്യോ മാമി, പറയാൻ നിന്ന കൊറേ ഉണ്ട്. അതൊക്കെ പോട്ട്, കടയുടെ ഓണർ ആര്? പാറുവാ? பாருதான் ஓனர். ஆனா அம்மா தான் எல்லாமே செஞ்சு கொடுத்தாங்க. കൊള്ളാം, നല്ല കട. എന്താ കാണിക്കുന്നേ? ഉറപ്പുണ്ടല്ലേ മാമി? ആ, ഉറപ്പുണ്ട്. വശങ്ങളെ, ഓ, ഒരു ഉപ്പിലിട്ട് എടുക്കട്ടാ. ഇതാര്? പെട്ടെന്ന് തുറക്കാൻ കൊണ്ട് പെട്ടെന്ന് മക്കളെ, പിള്ളേടല്ലേ? എന്താ കൊള്ളത്തില്ലേ? കൊള്ളാം, എന്താടാ? കൊള്ളാം മാമി. என்னன்னா உங்க ரியாக்ஷன் பார்த்தா அப்படி தெரியலையே. நல்லா இருக்கு. അങ്കിളെ, ഒരു 5 രൂപ താ. നല്ലപോലെ വയ്ക്കണ്ടേ മക്കളെ? എത്ര? 5 രൂപ. 5 രൂപയെ? 5 രൂപ നഷ്ടം. നഷ്ടോ? കടയ്ക്ക് നഷ്ടമെന്ന്. കൊള്ളാം മാമി. എടാ, കൊച്ചിന്റെ കയ്യിന്ന് സാധനം മേടിച്ച് കഴിച്ചിട്ട് കാശ് കൊടുക്കടാ. മക്കളെ, ബാസ്യങ്ങളാണ്. ബന്ധം വേറെ, കച്ചവടം വേറെ. ചേടാ കേട്ടത്. അങ്കിളെ, ഓ, ഇവിടെ വെച്ചേ. എത്ര? 5? 5 രൂപയല്ലേ? 5 രൂപ എടുത്തില്ല മമ്മി. ഒരു കാര്യം ചെയ്യ്, മക്കളെ ബുക്കും പേപ്പറും എടുത്തു പോയി എഴുതി വെച്ചോ. ബാസി ഞങ്ങള് പറ്റ 5 രൂപ എഴുതി വെച്ചോ. എന്നെ കൂടെ എഴുതിക്കോ. ഇത് രാധാകൃഷ്ണന്റെ മോനല്ലേ? അതന്നെ. പറ്റ രാധാകൃഷ്ണൻ അതന്നെ. ഈ കട തുടങ്ങിട്ട് എത്ര ദിവസമായി മാറു? ഇന്നും കൂടെ കൂട്ടി 2 ദിവസം. അതിനിടയ്ക്ക് ഇവിടെ പറ്റു തുടങ്ങി. മിട്ടിച്ചേട്ടാ, പൈസ എല്ലാം കണക്ക് കൂട്ടി പറ, എത്രയായിരുന്നു? കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെയും കൂടെ ചേർത്ത് 22 കപ്പലണ്ടി മിഠായി, 8 നാരങ്ങ മിഠായി, 12 പുളി മിഠായി, പിന്നെ 10 മറ്റേ ഈ കോല് മിഠായി, പിന്നെ 4 മിച്ചർ മിഠായി, പിന്നെ ഉപ്പിലിട്ടതുണ്ട് മാങ്ങ 3 എണ്ണം, പൈനാപ്പിൾ 4 എണ്ണം, പിന്നെ ആ ക്യാരറ്റ് 2 എണ്ണം. എന്റെ പൊന്നെ, ഓലേ മടലും കൂടെ ഇട്ട് കൊടുക്കാത്തത്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.